കോഴിക്കോട് നഗരത്തിൽ വൻ ലഹരിവേട്ട. രണ്ടിടങ്ങളിൽ നിന്ന് 25 കിലോ കഞ്ചാവുമായി മലയാളി ഉൾപ്പെടെ 4 പേർ പിടിയിലായി. ഷാഹദ് റഹ്മാൻ വിവരങ്ങളുമായി ചേരുന്നുണ്ട് കോഴിക്കോട്ട് നിന്ന്. ഷാഹദ്, എന്താണ് വിശദാംശങ്ങൾ? ഷാഹദ് റഹ്മാൻ അല്പസമയത്തിനകം ചേരും. ചെറിയ ചില സാങ്കേതിക തടസ്സങ്ങളുണ്ട്, അത് പരിഹരിച്ചതിന് ശേഷം ആ വാർത്തയുടെ വിശദാംശങ്ങളിലേക്ക് വരാം. കോഴിക്കോട് നഗരത്തിലാണ് വലിയ ലഹരിവേട്ട ഉണ്ടായിരിക്കുന്നത്. രണ്ടിടങ്ങളിൽ നിന്നായാണ് കഞ്ചാവ് പിടികൂടിയിരിക്കുന്നത്. രണ്ടിടങ്ങളിൽ നിന്നുമായി പിടികൂടിയ കഞ്ചാവ് 25 കിലോയിലധികമുണ്ട്. മലയാളി അടക്കം 4 പേർ പിടിയിലായിട്ടുണ്ട്. ഷാഹദ് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ഷാഹദ്, വിവരങ്ങൾ എന്താണ് ഷാഹദ്? റിജിത്ത്, ക്രിസ്ത്യന, ഗുഡ് മോർണിംഗ്. കോഴിക്കോട് നഗരത്തിൽ വീണ്ടും കഞ്ചാവ് വേട്ട എന്ന് വേണം നമുക്ക് പറയാൻ. കാരണം ഇന്ന് പുലർച്ചെയാണ് ഇത്തരത്തിൽ 2 കേന്ദ്രങ്ങളിൽ നിന്നായിട്ട് ഏകദേശം 25 കിലോയിലധികം കഞ്ചാവ് പിടികൂടിയിട്ടുള്ളത്. ഡാൻസ് ഓഫ് സംഘത്തിൻ്റെ നേതൃത്വത്തിലാണ് ഇത്തരത്തിൽ പരിശോധന നടക്കുകയും പിന്നീട് ഇതുമായി ബന്ധപ്പെട്ട പ്രതികളെ പിടികൂടുകയും ചെയ്തിട്ടുള്ളത്. നടക്കാവ് അതുപോലെ തന്നെ വെള്ളയിൽ പോലീസ് സ്റ്റേഷനുകളുടെ സഹകരണത്തോട് കൂടിയിട്ടാണ് ഇത്തരത്തിൽ ഈ പ്രതികളെ പിടികൂടിയിട്ടുള്ളത്. നാർക്കോട്ടിക് അസിസ്റ്റന്റ് കമ്മീഷണർ KA ബോസിന് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഈ പ്രതികളെ നിരീക്ഷിച്ചു വരികയായിരുന്നു. തുടർന്ന് ഇന്ന് പുലർച്ചയോടുകൂടി ഇത്തരത്തിൽ പരിശോധന നടക്കുകയും പ്രതികളെ പിടികൂടുകയുമായി ചെയ്തിട്ടുണ്ടായിരുന്നത്. 2 ഇടങ്ങളിൽ നിന്നാണ് 25 കിലോ കഞ്ചാവ് കിട്ടിയിട്ടുള്ളത്. ഒന്ന് പണിക്കർ റോഡ് എന്ന് പറയുന്ന സ്ഥലത്താണ്. അവിടെ ഇതര സംസ്ഥാന തൊഴിലാളികളിൽ നിന്നാണ് ഇത്തരത്തിൽ ഈ കഞ്ചാവ് പിടികൂടിയിട്ടുള്ളത്. മറ്റേത് നടക്കാവ് ഇംഗ്ലീഷ് പള്ളിക്ക് സമീപത്ത് നിന്നാണ് ഇത്തരത്തിൽ ലഹരി പിടികൂടിയിട്ടുള്ളത്. ഇത് ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് കോഴിക്കോട്ടേക്ക് വ്യാപകമായിട്ട് ഇത്തരത്തിൽ ലഹരി കൊണ്ടുവരുന്നു എന്ന് നേരത്തെ തന്നെ ഇത്തരത്തിൽ വിവരം ലഭിച്ചിട്ടുണ്ടായിരുന്നു. ഈ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്നലെ പുലർച്ചെ, അതായത് ഇന്ന് പുലർച്ചയോടുകൂടി പരിശോധന നടത്തുകയും ഡാൻസ് ഓഫ് സംഘത്തിന്റെ നേതൃത്വത്തിൽ ഇത്തരത്തിൽ പ്രതികളെ പിടികൂടുകയും ചെയ്തിട്ടുള്ളത്. ഇതിൽ ഒരു മലയാളിയുണ്ട്, ബാക്കിയൊക്കെ ഇതര സംസ്ഥാന തൊഴിലാളികളാണ്. എന്തായാലും ഇന്ന് രാവിലെ തന്നെ വരുന്നത് വലിയ രീതിയിലുള്ള ലഹരി വേട്ടയെക്കുറിച്ചുള്ള വിവരങ്ങളാണ്. എന്തായാലും ഈ സംഘം കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് ഡാൻസ് ഓഫ് സംഘത്തിന്റെ നിരീക്ഷണത്തിലായിരുന്നു എന്നുള്ള വിവരമാണ് ഈ ഒരു ഘട്ടത്തിൽ നമുക്ക് ലഭ്യമാകുന്നത്.